കാട്ടാക്കടയിലെ വോട്ടർമാരെ സംബന്ധിച്ച് എന്നെ അറിയാത്ത പ്രശ്നമില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ജനങ്ങള് BJP-യോടൊപ്പം NDA-യോടൊപ്പം അണിനിരക്കും. ഇത്തവണ എന്റെ കാട്ടാക്കട തിരുത്തും. കേരളത്തിലും കാട്ടാക്കടയിലും ഒന്നും നടക്കില്ല എന്ന അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ 11 വർഷത്തെ ഭരണത്തിന്റെ കീഴിൽ വികസനവും ജനക്ഷേമവും ഉണ്ടായത് നരേന്ദ്രമോദിയുടെ ഭരണത്തിലാണെന്ന് അവർ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഒരു ഇരട്ട എഞ്ചിൻ സർക്കാർ കേരളത്തിൽ ഉണ്ടാവണം. അതിൽ കാട്ടാക്കടയിൽ നിന്നും NDA പ്രതിനിധി വിജയിക്കണം. സ്വാഭാവികമായിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാട്ടാക്കടയിലെ ജനങ്ങള് NDA ഒന്നാം സ്ഥാനത്തെത്തിച്ചു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അവർ ഒന്നാം സ്ഥാനത്തെത്തിച്ചു. സ്വാഭാവികമായിട്ടും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവർ NDA ഒന്നാം സ്ഥാനത്തെത്തിക്കും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷ, വിശ്വാസം. ഏതായാലും കേരളത്തിലും പ്രത്യേകിച്ച് കാട്ടാക്കടയിലും മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസിനും കനത്ത ആഘാതമേൽപ്പിക്കുന്ന ജനവിധിയായിരിക്കും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് എന്നൊരു യാതൊരു സംശയമില്ല. വോട്ടർമാരെ എല്ലാരെയും കണ്ടു കഴിഞ്ഞു. ഏതാണ്ട് വോട്ടർ 1,76,000-ഓളം വോട്ടർമാരുണ്ട് എന്റെ കാട്ടാക്കട മണ്ഡലത്തില്. അതിൽ ഒരുപാട് കാണാൻ പറ്റും. കഴിഞ്ഞ 3 മാസമായിട്ട് ഞാൻ തെരഞ്ഞെടുപ്പ് രംഗത്താണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചില്ലെങ്കിൽ ഞാൻ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ജനങ്ങളെ സമീപിക്കുകയായിരുന്നു. അതുകൊണ്ട് ഏതാണ്ട് കാണാവുന്നതിന്റെ മാക്സിമം പരമാവധി വോട്ടർമാരെ നേരിട്ട് കാണാൻ ശ്രമിച്ചിട്ടുണ്ട്. കവലകളിലെ സ്വീകരണ യോഗങ്ങളിൽ അവരുടെ വോട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഏതായാലും 3 തവണ ഞാൻ മത്സരിച്ചതാണ്. 4ാം തവണയാണ് മത്സരിക്കുന്നത്. കാട്ടാക്കടയിലെ വോട്ടർമാരെ സംബന്ധിച്ച് എന്നെ അറിയാത്ത പ്രശ്നമില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ജനങ്ങള് BJP-യോടൊപ്പം NDA-യോടൊപ്പം അണിനിരക്കും. ഇത്തവണ എന്റെ കാട്ടാക്കട തിരുത്തും. നിങ്ങൾ എല്ലാവരെയും നേരിട്ട് കണ്ട് വോട്ട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. എനിക്ക് ആകെ ഒരു അപേക്ഷയേ ഉള്ളൂ. ഇത്തവണത്തെ നിങ്ങൾ എല്ലാവരുടെയും വിലപ്പെട്ട വോട്ടവകാശം എനിക്കും BJP-ക്കും NDA-ക്കും അനുകൂലമായി താമര ചിഹ്നത്തിൽ രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് താഴ്മയോടുകൂടി അപേക്ഷിക്കുക. ഈ തെരഞ്ഞെടുപ്പ് കേരളത്തെ സംബന്ധിച്ച് ഒരു സുപ്രധാനമായ തെരഞ്ഞെടുപ്പാണ്. കേരളത്തിൽ ഒരു മാറ്റം അനിവാര്യമാണ്. മാറാത്തത് മാറും എന്നുള്ളത് കേവലം ഒരു മുദ്രാവാക്യമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമായിരിക്കും. കാരണം ഇന്ത്യ രാജ്യം മുഴുവൻ തന്നെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്യ സംസ്ഥാനങ്ങളൊക്കെ വികസനത്തിന്റെ സോപാനത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ നമ്മുടെ കേരളം മാത്രം എല്ലാ രംഗത്തും പിന്തള്ളപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അനന്തമായ വികസന സാധ്യതകളുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. അതുകൊണ്ട് കേരളത്തിലും മാറ്റം വരണം, ഈ കാട്ടാക്കടയിലും മാറ്റം വരണം. ഒരു വികസിത കേരളം, വികസിത കാട്ടാക്കട, ഇതാണ് നമ്മുടെ ലക്ഷ്യം. വികസിത കേരളം, വികസിത കാട്ടാക്കട എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഭാവി മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്ന നമ്മുടെ മക്കള്, നമ്മുടെ പിൻതലമുറക്കാർ, അവർക്ക് അന്തസ്സോടെ അഭിമാനത്തോടെ ജീവിക്കാൻ സാധിക്കുന്ന ഒരു കേരളവും ഒരു കാട്ടാക്കടയും സൃഷ്ടിക്കപ്പെടണം. നമ്മുടെ മക്കൾക്ക് നല്ല ജോലി, നല്ല വിദ്യാഭ്യാസം ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അത് ഉയർന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇതാവശ്യം. അതുപോലെ തന്നെ മാത്രമല്ല, അവർ വിദ്യാഭ്യാസ യോഗ്യതക്കനുസരിച്ച് തൊഴിലവസരങ്ങൾ ഉണ്ടാകണം, തൊഴിൽ സ്ഥാപനങ്ങൾ ഉണ്ടാകണം. എന്നാലാണ് അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ സാധിക്കുക. പക്ഷെ ഇന്നത്തെ കേരളത്തിൽ, ഇന്നത്തെ കാട്ടാക്കടയിൽ ഇതൊന്നും തന്നെ ലഭ്യമല്ല. നമ്മുടെ മക്കള് അയൽ സംസ്ഥാനങ്ങളിലും അയൽ രാജ്യങ്ങളിലേക്കുമാണ് വിദ്യാഭ്യാസത്തിനും തൊഴിലിനു വേണ്ടി പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ മക്കളുടെ പ്രതിഭ അത് നമ്മുടെ കേരളത്തിനകത്ത്, കാട്ടാക്കടക്കകത്ത് ഉപയോഗിക്കാൻ നമുക്ക് ഒരു പുതിയ കേരളവും ഒരു പുതിയ കാട്ടാക്കടയും ഉണ്ടാകണം. ഇത് അഭിമാനത്തോടു കൂടി പറയുന്നു. ഇതിന് സാധിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിക്കും NDA-ക്കും മാത്രം. കാരണം കഴിഞ്ഞ 11 വർഷക്കാലം ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് നടക്കുന്ന സൽഭരണം അത് വികസനത്തിനും ജനക്ഷേമത്തിനും അധിഷ്ഠിതമാണ്. ഈ നാട്ടിലെ സാധാരണക്കാരും എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള, കൂട്ടിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു ഭരണമാണ് ശ്രീ
നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 11 വർഷക്കാലമായി രാജ്യത്ത് നടക്കുന്നത്. ഇതുപോലുള്ളൊരു ഭരണം കേന്ദ്രത്തിലുള്ള നരേന്ദ്രമോദി സർക്കാർ സമാനമായൊരു ഭരണം, ഇരട്ട എഞ്ചിൻ ഭരണം ഈ കേരളത്തിൽ ഉണ്ടാകണം. അതിന് NDA കാട്ടാക്കടയിലും ജയിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു വികസിത കേരളത്തിനും വികസിത കാട്ടാക്കടയ്ക്കും വേണ്ടി നിങ്ങളെ വിലയേറിയ വോട്ടവകാശം താമര ചിഹ്നത്തിൽ രേഖപ്പെടുത്തണമെന്ന് വിനയപൂർവ്വം അപേക്ഷിക്കുകയാണ്. ഇന്ത്യ രാജ്യം മുഴുവൻ തന്നെ ഈ ഒരു രാഷ്ട്രീയ മാറ്റം നടന്നുകൊണ്ടിരിക്കുക. ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഭാരതീയ ജനതാ പാർട്ടിയുടെയും NDAയുടെയും ഭരണകൂടമാണ് നിലനിൽക്കുന്നത്. അവിടെയൊക്കെ വിദ്യാഭ്യാസ രംഗത്ത്, വ്യാവസായിക രംഗത്ത്, കാർഷിക മേഖലയിൽ, എല്ലാ മേഖലയിലും വമ്പിച്ച പുരോഗതി കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ BJPയുടെയും NDA ഭരണമില്ലാത്ത ഒരു സംസ്ഥാനം കേരളമാണ്. ആ കേരളമാണ് ഇന്ന് സാമ്പത്തിക രംഗത്ത് എല്ലാ രംഗത്തും ഇന്ത്യയിൽ എല്ലാ രംഗത്തും പിന്തള്ളപ്പെട്ട ഒരു സംസ്ഥാനം ഈ കേരളമാണ്. അതുകൊണ്ട് കേരളത്തെ ഒരു കൈപിടിച്ചുയർത്താൻ വികസനം പൂത്തുലഞ്ഞാടുന്ന ഒരു സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റാൻ ഇത്തവണ ഒരു രാഷ്ട്രീയ മാറ്റം ആവശ്യമാണ്. വികസനത്തിന്റെ, ജനക്ഷേമത്തിന്റെ പുതിയ രാഷ്ട്രീയമാണ് നമുക്ക് വേണ്ടത്. വിദ്വേഷത്തിന്റെയോ വിഭാഗീയതയുടെയോ വഞ്ചനയുടെയോ അഴിമതിയുടെയോ തീവട്ടിക്കൊള്ളയുടെയോ രാഷ്ട്രീയമല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വികസനത്തിന്റെ രാഷ്ട്രീയമാണ്. ആ വികസനത്തിന്റെ രാഷ്ട്രീയമാണ് ഭാരതീയ ജനതാ പാർട്ടിയും NDAയും ജനമധ്യത്തിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾ എല്ലാവരുടെയും വിലപ്പെട്ട വോട്ടവകാശം താമര ചിഹ്നത്തിൽ രേഖപ്പെടുത്തി കാട്ടാക്കട മണ്ഡലത്തില് എന്നെയും അതേപോലെ പട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ BJPയുടെ NDAയുടെ കരുത്ത് സ്ഥാനാർത്ഥി ശ്രീമതി ശ്രീലേഖയെ വിജയിപ്പിക്കണമെന്ന് താഴ്മയോടുകൂടി അപേക്ഷിക്കുകയാണ്. ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിൽ എന്തായാലും മാറ്റം വരും, യാതൊരു സംശയവുമില്ല. കാരണം നരേന്ദ്രമോദിജിക്ക് അനുകൂലമായിട്ടുള്ള വലിയ കൊടുങ്കാറ്റ് കേരളത്തിലുടനീളം ആഞ്ഞടിക്കുകയാണ്. കാട്ടാക്കടയിലെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ BJPയെ NDA ഒന്നാം സ്ഥാനത്തെത്തിച്ചു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും BJP NDA തന്നെയാണ് ഒന്നാം സ്ഥാനം. നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആ ചരിത്രപരമായ വിജയം ആവർത്തിക്കും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ജനങ്ങൾ BJPയോടൊപ്പമാണ്. ജനങ്ങൾക്ക് മറ്റ് രണ്ട് പാർട്ടികളെയും മടുത്തിരിക്കുകയാണ്. 65 കൊല്ലമായിട്ട് മാറി മാറി ഭരിച്ചവരെ, ഈ കാട്ടാക്കടയെ മാറി മാറി പ്രതിനിധാനം ചെയ്തവരെ ജനങ്ങൾ പൂർണ്ണമായും മടുത്തിരിക്കുന്നു. അതുകൊണ്ട് അവർക്കിത് മതിയായിരിക്കുന്നു. അവർക്കിനി വേണ്ടത് ഒരു പുതിയ വികസനത്തിന്റെ, ജനക്ഷേമത്തിന്റെ രാഷ്ട്രീയം. അതാണ് ഭാരതീയ ജനതാ പാർട്ടിയും NDA മുന്നോട്ട് വെക്കുന്നത്. അതോടൊപ്പം തന്നെ വിശ്വാസ സംരക്ഷണം, സുരക്ഷിതത്വം ഇതുകൂടി നാം ജനങ്ങളെ മുന്നിൽ, വോട്ടർമാരുടെ മുന്നിൽ വെക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കേരളത്തിൽ വലിയൊരു രാഷ്ട്രീയ മാറ്റം ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഉണ്ടാവും. എന്താ രാഷ്ട്രീയ മാറ്റം ചോദിച്ചാൽ, ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അനേകം താമരകൾ വിരിയാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് എന്റെ അഭ്യർത്ഥന. കേരളത്തിൽ അനേകം താമരകൾ വിരിയാൻ വേണ്ടി പോകുന്നു എന്നത് ശരിയാണ്. വിരിയാൻ വേണ്ടി പോകുന്ന അനേകം താമരകളിൽ ഒരു താമര ഈ കാട്ടാക്കടയിലെ താമരയാക്കി മാറ്റാൻ എന്റെ സഹോദരന്മാരെ, പ്രിയപ്പെട്ട വോട്ടർമാരെ, നിങ്ങൾ വിലപ്പെട്ട വോട്ടവകാശം താമര ചിഹ്നത്തെ രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് താഴ്മയോടുകൂടി അഭ്യർത്ഥിക്കുന്നു. ഏപ്രിൽ 9 വളരെ പ്രധാനപ്പെട്ട ദിനമാണ്. ഏപ്രിൽ 9-ാം തീയതി സുപ്രഭാതം പൊട്ടിക്കൊണ്ടിരുമ്പോൾ അന്ന് കിഴക്കൻ ചക്രവാളത്തിൽ സൂര്യന്റെ ചെങ്കതിർ ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ നിങ്ങളെല്ലാവരുടെയും മനസ്സിൽ ഒരു മാറ്റത്തിന്റെ പ്രതീകം എന്നുള്ള നിലയിൽ മനോഹരമായ താമര വിടരുമാറാകട്ടെ. മനസ്സിൽ വിരിഞ്ഞ താമരയുമായി പോളിംഗ് ബൂത്തിലേക്ക് മാർച്ച് ചെയ്ത് ബാലറ്റ് കടലാസിൽ കാണുന്ന ആദ്യത്തെ ചിഹ്നമായ താമരയിൽ നിങ്ങൾ വിലപ്പെട്ട വോട്ടവകാശം രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത്തരമൊരു അവസരം ഒരുക്കി തന്ന ഭാരതീയ മസ്ദൂർ സംഘത്തിന്റെ ഇവിടുത്തെ യൂണിറ്റിനെയും അതുപോലെ യൂണിറ്റ് ഭാരവാഹികളെയും എന്റെ ഈ ചെറു പ്രസംഗം ക്ഷണിച്ച എന്റെ എല്ലാ സഹോദരിമാർക്കും സഹോദരന്മാർക്കും എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.